വെൽക്കം ബാക്ക് ടു കിച്ചൻ ടേൽസ്. ചില ദിവസങ്ങളിൽ വീട്ടിൽ എൻ്റെ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് പിള്ളേർ ബാൻ ചെയ്യും. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ജോർജിയുടെ ലൻഡും തീർന്നിട്ടില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കഴിക്കാൻ പോയത്. അപ്പോൾ ഐഡലിയിലാണ് പോയത്. കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ലൊക്കേഷൻ വരുന്നത്. ആൻഡ് ബാംഗ്ലൂർ സ്റ്റൈൽ ബെന്നെ ദോശയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. സെൽഫ് സർവീസ് ആണ് കേട്ടോ ഇവിടെ ജിജോ ഓർഡർ ചെയ്തത് നമ്മുടെ സാധാരണ മസാല ദോശ. ബട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ മസാല ദോശയായിട്ട് ടേസ്റ്റിൽ കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ ഇത്. ആൻഡ് മന്ന ഓർഡർ ചെയ്തത് ഗാർലിക് ദോശ കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ദോശയുടെ സ്റ്റൈലാണ്, മറ്റേ ക്രിസ്പി ടൈപ്പ് അല്ല. ആൻഡ് ജോർജി ഓർഡർ ചെയ്തത് ഗീ പൊടി ദോശ, പിന്നെ തൈര് വട, ഫിൽറ്റർ കോഫി, ഫ്രഷ് ജ്യൂസ്. ഇവിടെ കുറേ വെറൈറ്റി സ്റ്റഫ്ഡ് ദോശാസും ഉണ്ട് ആൻഡ് ഇഡ്ലീസും ഉണ്ട്. പൊടി ഇഡ്ലി, സാമ്പാർ ഇഡ്ലി അങ്ങനെ. ആൻഡ് എല്ലാത്തിനും ഗീയുടെ ഫ്ലേവർ നന്നായിട്ടുണ്ട്. അപ്പോൾ ഗീയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണ് കൂടുതലും ഇഷ്ടമാവുള്ളൂ. ആൻഡ് ദോശയുടെ ടെക്സ്ചർ ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, കുറേ കൂടി നല്ല കട്ടിയുണ്ട്, ക്രിസ്പിയാണ് പുറം, ബട്ട് അകത്ത് കുറച്ചും കൂടി ഇങ്ങനെ കട്ടിയുള്ളൊരു ടെക്സ്ചറാണ്. ആൻഡ് തൈര് വട, എൻ്റെ ഫേവറേറ്റ് തൈര് വടയാണ്. ഭയങ്കര റിഫ്രഷിങ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. കുറച്ച് സ്വീറ്റാണ്, കുറച്ച് കൂടുതൽ സ്വീറ്റാണ്, ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദോശയിൽ ജോർജി ഓർഡർ ചെയ്ത് ഗീ പൊടി ദോശയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. മന്ന ഗാർലിക് ദോശയാണ് ഓർഡർ ചെയ്തത്, ബട്ട് അവൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ എല്ലാം തോന്നുന്നത്. അവളത് ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. അതെല്ലാം തോന്നുന്നു എക്സ്പെക്ട് ചെയ്തത്. കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടുള്ള ദോശയായിരുന്നു എക്സ്പെക്ട് ചെയ്തത്, ബട്ട് അത് കട്ടിയുള്ള ടൈപ്പ് ദോശയാണ്. എല്ലാ പ്രാവശ്യവും റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഞാൻ ഓർക്കും ഡയറ്റ് ചെയ്യാമെന്ന്, ബട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ജോർജിയുടെ പൊടി ദോശ ടേസ്റ്റ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് പൊട്ടിപ്പോയി. പിന്നെ അത് ജോർജിക്ക് ഒരെണ്ണം കൂടി ഓർഡർ ചെയ്യേണ്ടി വന്നു. ആക്ച്വലി ഈ ബാംഗ്ലൂർ സ്റ്റൈൽ ദോശ സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് വേറെ ഉണ്ടോയെന്ന് എനിക്ക് അത്ര ഷുവറല്ല. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഈ ഐഡലിയിൽ നിന്നാണ്. ആൻഡ് ഫിൽറ്റർ കോഫി അടിപൊളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവരുടെ ഡിക്കോഷൻ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഐഡലിയുടെ സാമ്പാറും ചമ്മന്തി എല്ലാം ഇവിടുത്തെ നല്ലതാണ്. ബട്ട് ഞാൻ പേഴ്സണലി നമ്മുടെ MG റോഡിൽ പണ്ടുണ്ടായിരുന്ന ദ്വാരകയിലെ സാമ്പാറും ചമ്മന്തിയും, അതിപ്പോൾ എവിടെ നിന്ന് ദോശ കഴിച്ചാലും അവരുടെ സാമ്പാറും ചമ്മന്തിയും മിസ് ചെയ്യും. പണ്ട് കൊച്ചിയിൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ആൻഡ് ലഞ്ചിന് എൻ്റെ മാത്രമല്ല മിക്കവരുടെയും തന്നെ ഫേവറേറ്റ് സ്ഥലമാണെന്ന് തോന്നുന്നു പാരഗൺ ഹോട്ടൽ. അങ്ങനെ ഞങ്ങൾ ലുലുവിലെ പാരഗണിലാണ് പോയത്. ഭയങ്കര തിരക്കായിരുന്നു, സൺഡേ ആയതുകൊണ്ട്. കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഞാൻ അവരുടെ ഡിസേർട്ട് കൗണ്ടറിൽ നിന്ന് കോക്കനട്ട് പുഡിംഗ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. പൊതുവേ ഞാൻ അങ്ങനെ ഡിസേർട്ടിൻ്റെ ഫാനല്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായില്ല. ആദ്യമായിട്ടാണ് പാരഗണിൽ നിന്ന് എനിക്കൊരു സാധനം അത്രയും ഇഷ്ടമാവാതിരിക്കുന്നത്. ടേസ്റ്റ് നല്ലതാണ്, ബട്ട് എനിക്കെന്തോ കോക്കനട്ടിൻ്റെ ഫ്ലേവർ എനിക്ക് അത്രയും തോന്നിയില്ല. ആൻഡ് ടെക്സ്ചർ വൈസ് ആണെങ്കിലും കുറച്ചും കൂടി ലൈറ്റാണ് എനിക്കിഷ്ടം. മെനു മൊത്തം അരിച്ചു പെറുക്കിയാലും ഓർഡർ ചെയ്യണ എപ്പോഴും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സ്ഥിരം ഓർഡർ ചെയ്യുന്ന കുറേ ഡിഷസ് ഉണ്ട്, അത് തന്നെയായിരിക്കും. ജിജു എന്നോട് പറയും ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാൻ, ബട്ട് എന്തോ അവിടുത്തെ കുറച്ച് ഡിഷസ് ഉണ്ട് സ്ഥിരം ഓർഡർ ചെയ്യുന്നത്. അതിൽ നിന്ന് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ എപ്പോഴും ഓർഡർ ചെയ്യണതാണ് ഈ ഫ്രഞ്ച് ഒണിയൻ ചിക്കൻ സൂപ്പ്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. നല്ല ചിക്കൻ ഫ്ലേവറും അതിൻ്റെ അകത്തെ ആ ബണ്ണും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അത് തന്നെ ഒരു മീലാണ്. എൻ്റെ വീട്ടിലെപ്പോഴും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ബട്ട് അത് ഇത്രയും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. ഇവിടുത്തെ ഒരു രക്ഷയില്ല. നല്ല അണിയൻസും ചിക്കൻ്റെ സ്റ്റോക്കും എന്താ പറയുക, അതെല്ലാം കൂടി ആയിട്ടൊരു കോമ്പിനേഷൻ വന്നിട്ട് ഗാർലിക്കിൻ്റെ ഫ്ലേവറും ഇതൊക്കെ കൂടെ വന്നിട്ട് നല്ല ടേസ്റ്റാണ്. നെക്സ്റ്റ് ഓർഡർ ചെയ്തത് കാന്താരി ഫിഷ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ബാസയിലുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് നെയ്മീനിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഓർഡർ ചെയ്തത് സ്പിനച്ച് ഡിലൈറ്റ്. നമ്മുടെ പാലക്കിൻ്റെ ലീവ്സ് ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യും. ബട്ട് ഇത് നല്ല ടെക്സ്റ്റ്, നല്ല ക്രിസ്പിയുമാണ്. ആൻഡ് അതുപോലെ തന്നെ ഒട്ടും എണ്ണയുടെ ചുവയൊന്നുമില്ല. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെജിറ്റേറിയൻസിന് പറ്റിയൊരു ഓപ്ഷനാണ്. ഞാനിത് വീട്ടിലുണ്ടാക്കി നോക്കിയായിരുന്നു, ബട്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇനി ആ ടെമ്പറേച്ചറിലുള്ള വ്യത്യാസമാണോ എന്നറിയില്ല, ഭയങ്കര എണ്ണയുടെ ചുവയും ആൻഡ് ഇത്രയും ക്രിസ്പിയും അല്ലായിരുന്നു. പാരഗണിൽ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനായി പോകും. മെയിൻ ഡിഷ് ഓർഡർ ചെയ്യണോ നമ്മുടെ സ്നാക്സ് ഓർഡർ ചെയ്യണോ, അത്രയ്ക്ക് ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം സ്നാക്സാണ് കേട്ടോ കൂടുതൽ ഓർഡർ ചെയ്തത്.
അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഞാൻ എപ്പോൾ പാരഗണിൽ വന്നാലും ഇത് ഓർഡർ ചെയ്യും. ചിലപ്പോൾ ഇത് മാത്രം ഓർഡർ ചെയ്യും. ഞാൻ വെറുതെ ലുലുവിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തായ് ഗ്രിൽഡ് സ്ക്വിഡ്. ഒരു ഡിഷിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. ലെമൺ ഗ്രാസിൻ്റെ ആണോ അതോ റോസ്മേരിയുടെ ആണോ അതല്ലെങ്കിൽ നമ്മുടെ ഫ്രഷ് ക്രീമാണോ കോക്കനട്ട് മിൽക്കാണോ യൂസ് ചെയ്തിരുന്നത്, എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. സ്ക്വിഡ് പൊതുവേ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും എൻ്റെ ഫേവറേറ്റ് ഡിഷാണിത്. ജോർജിക്കുട്ടൻ നോയമ്പിലായതുകൊണ്ട് അവൻ ഓർഡർ ചെയ്തത് പൊറോട്ടയും നമ്മുടെ നൂൽ പൊറോട്ടയും പനീർ ബട്ടർ മസാലയാണ്. അതും ആക്ച്വലി നല്ലതായിരുന്നു. അത് ഞങ്ങൾ പക്ഷേ ഫസ്റ്റ് ടൈം ആട്ടോ അത് ട്രൈ ചെയ്യണേ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു 4 പേർക്ക് മെയിൻ ഡിഷായിട്ട് ഈ ഒരു ഡിഷ് മാത്രം പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. എനിക്കിവിടെ അൽഫാമും ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അൽഫാം ഞാൻ പറഞ്ഞില്ല, ജോർജി നോയമ്പായതുകൊണ്ട്. പിന്നെ ബോഡി ഷോപ്പിൽ ബൈ 2 get 1 ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് ബോഡി മോയ്സ്ചറൈസറും മേടിച്ചു, സിറം മേടിച്ചു, ഫേസ് സിറം മേടിച്ചു ആൻഡ് ഫേസ് മോയ്സ്ചറൈസറും മേടിച്ചു ആൻഡ് ഒരു പെർഫ്യൂം. നെക്സ്റ്റ് എനിക്കും ജിജോനും തൂത്തുക്കുടിയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് നമ്മുടെ തെങ്കാശിയിലെ ബോർഡർ പൊറോട്ട കടയിലാണ് കയറിയത്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങളുടെ അടുത്തൊരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ഫുഡ്. ഇവിടുത്തെ സ്പെഷ്യൽസ് പൊറോട്ട, നാട്ടുകോഴി, കാട ഫ്രൈ ആൻഡ് പിച്ചിപ്പോട്ട് ചിക്കൻ. ഞങ്ങളവിടുത്തെ എല്ലാ ഡിഷും ട്രൈ ചെയ്തു. കുറച്ച് സ്പൈസി ആയിരുന്നു ബട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടയും ഈ സാലഡും നമുക്ക് അവർക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് ഒരു ഗ്രേവിയും ഉണ്ട്. ഇതെല്ലാം കൂടിയുള്ള കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. ആൻഡ് ലിവറും ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു. ബട്ട് ലിവർ എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ബട്ട് ഇവിടുത്തെ സർവീസ് അടിപൊളിയായിരുന്നു. ബിക്കോസ് ഫ്രൈഡ് റൈസ് എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു അന്ന്. ബട്ട് ഇവിടെ ഫ്രൈഡ് റൈസ് അവർ സെർവ് ചെയ്യുന്നില്ല. ബട്ട് ഇവർക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വേറൊരു ഷോപ്പുണ്ട്, അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. ആണ് നമ്മുടെ പിച്ചിപ്പോട്ട് ചിക്കൻ. ഞാൻ നേരത്തെ ഓർഡർ ചെയ്ത നാട്ടുകോഴിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. ബട്ട് ചിക്കൻ ഇങ്ങനെ ഷ്രെഡ് ചെയ്തിട്ട്. ബട്ട് ഐഡിയ ഭയങ്കര നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ ഫേമസ് ഡിഷാണെന്ന് തോന്നുന്നു. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ കാട ഫ്രൈയാണ്. പൊതുവേ എനിക്ക് ഭയങ്കര അങ്ങനെ മീറ്റായിട്ടുള്ള ടേസ്റ്റല്ല ഇഷ്ടം, എല്ലിനോട് ചേർന്ന മീറ്റുകളാണ് ഇഷ്ടം. അപ്പോൾ ഈ കാട ഫ്രൈ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇന്ന് എനിക്ക് അനങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അത്രയും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ ഫുഡ് വ്ളോഗിങ് എനിക്ക് പറ്റിയ പണിയാണോ എന്നറിയില്ല കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു എല്ലാം. പിന്നെ അവിടെ പുറത്ത് തന്നെ നമ്മുടെ സ്വീറ്റ് പാൻ്റെ ഷോപ്പ്, ഇത് കാണുമ്പോൾ എപ്പോഴും ഒരു ഫീലാണ് അത് വാങ്ങിച്ച് കഴിക്കാനായിട്ട്. ഞാൻ മുഴുവനായിട്ട് കഴിച്ചൊന്നുമില്ലെങ്കിലും ബട്ട് എപ്പോൾ കണ്ടാലും എവിടെ കണ്ടാലും ഞാനത് വാങ്ങിക്കും.